ഹലോ ഫ്രണ്ട്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട PYQ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ രണ്ടാമത്തെ ക്ലാസ് കാണുക. ഇതൊരു അല്പം ലോങ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും, കാരണം നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവസാനം വരെ നമ്മുടെ കൂട്ടുകാർ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാ ഓപ്ഷൻസ് നോക്കാം. തടി ഉൽപ്പാദനം, മണ്ണ് സംരക്ഷണം, കാലാവസ്ഥ സ്ഥിരത, ജൈവ വൈവിധ്യ സംരക്ഷണം. നമുക്ക് ഓപ്ഷൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ, തടി ഉൽപ്പാദനം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത്? വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത് ഏതാണ്? തടി ഉൽപ്പാദനമാണ്. ബാക്കിയെല്ലാം പരോക്ഷ നേട്ടമാണ്. മണ്ണ് സംരക്ഷണം, കാലാവസ്ഥ സ്ഥിരത, ജൈവ വൈവിധ്യ സംരക്ഷണം ഒക്കെ പരോക്ഷ നേട്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ? നമുക്ക് ആദ്യം ഓപ്ഷൻസ് നോക്കാം. ഉഷ്ണമേഖല മഴക്കാടുകൾ, അതൊരു പ്രധാന വനവിഭാഗമാണ്. ഇന്ത്യയുടെ ഒരു പ്രധാന വനവിഭാഗമാണ് ഉഷ്ണമേഖല വനക്കാടുകൾ. മൊണ്ടെയിൻ വനം അതും ഒരു പ്രധാന വനവിഭാഗമാണ്. ടൈഗ വനം പ്രധാന വനവിഭാഗം അല്ല. അതുപോലെ തന്നെ കണ്ടൽക്കാടുകളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ടൈഗ വനമാണ്. ഓപ്ഷൻ സി, ടൈഗ വനമാണ് ആൻസറായിട്ട് വന്നത്. അപ്പോൾ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതെന്നാണ് ഈ ഓപ്ഷൻ സി. അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി, ടൈഗ വനമാണ് ആൻസറായിട്ട് വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ബേസിക് ഫാക്ട് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. കേരള PSCയിലെ ബേസിക് ഫാക്ട് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ സി, മധ്യപ്രദേശ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മധ്യപ്രദേശ്. അടുത്തത്, പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗങ്ങളും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. അതിനുള്ള കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗങ്ങളും ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുക. അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്താണ്? ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ സ്പെഷ്യൽ ടോപ്പിക്സിൽ 1 മാർക്ക് പശ്ചിമഘട്ടം ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തെക്കുറിച്ചൊരു സെപ്പറേറ്റ് ഒരു ക്ലാസ് തന്നെ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും പശ്ചിമഘട്ടത്തിൽ നിന്ന് 1 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്വമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണെന്ന്. കുറച്ച് ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ ഷോർട്ട് ഫോമാണ് തന്നിട്ടുള്ളത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ CSIR എന്താണ്, FSI എന്താണ്, ICFRI എന്താണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിന് ആൻസറായിട്ട് വന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ICFRE ആണ്. ICFRE എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ICFREയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് ICFRE. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണം വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്വമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? ICFRE, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഫുൾ ഫോം കൂടെ നമുക്ക് നോക്കിപ്പോകാം. CSIR എന്ന് പറഞ്ഞാൽ എന്താണ്? CSIR ഒരു ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CSIR വരുന്നത്. അതുപോലെ തന്നെ FSI നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഡെറാഡൂണിലുള്ള ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ് FSI വരുന്നത്. പിന്നെ MOEF ആൻഡ് CC എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് MOEFൻ്റെയും അതുപോലെ തന്നെ CCയുടെ ഫുൾ ഫോം. അപ്പോൾ MOEFൻ്റെയും CCയുടെ ഫുൾ ഫോം എന്താണ്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത്? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി കാർബൺ സംഗ്രഹണമാണ് കേട്ടോ. കാർബൺ സംഗ്രഹണം ആണ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത്? ഓപ്ഷൻ ബി കാർബൺ സംഗ്രഹണമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ അഥവാ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പം തന്നെ കണ്ടുപിടിക്കാമല്ലോ. ഏതാണ്? വൈൽഡ് ലൈഫ് സാഞ്ചുറി ആണോ? അല്ല. നാഷണൽ പാർക്ക് ആണോ? അല്ല. റിസർവ് ഫോറസ്റ്റ് അല്ലേ? റിസർവ് ഫോറസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റിസർവ് ഫോറസ്റ്റ് ആണ്. ബാക്കി കമ്മ്യൂണിറ്റി റിസർവ് ആണ്. അടുത്ത അപ്പോൾ ചോദ്യം എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം. താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം, സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? റിസർവ് ഫോറസ്റ്റ് ആണ്. ബാക്കിയെല്ലാം സംരക്ഷിതമായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫോറസ്റ്റുകളാണ്. അതായത് വൈൽഡ് ലൈഫ് സാഞ്ചുറി, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ഇതൊക്കെ നമ്മുടെ സംരക്ഷിത പ്രദേശങ്ങളാണ്, ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏതാണ്? റിസർവ് ഫോറസ്റ്റ് ആണ്. റിസർവ് ഫോറസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, MAB മാബിയുടെ പൂർണ്ണരൂപം, MABയുടെ പൂർണ്ണരൂപം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഠിച്ചു വെച്ചോളൂ. മാൻ ആൻഡ് ദ ബയോസ്ഫിയർ പ്രോഗ്രാം. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യാൻ, ഇനിയും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്യാനൊക്കെ സാധ്യത ഉള്ളതാണ്. ഇപ്പോൾ പഠിച്ചു വെച്ചോളൂ. MABയുടെ പൂർണ്ണരൂപം എന്താണ്? മാൻ ആൻഡ് ദ ബയോസ്ഫിയർ പ്രോഗ്രാം. മാൻ ആൻഡ് ദ ബയോസ്ഫിയർ പ്രോഗ്രാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. നീലഗിരി മാർട്ടിൻ ആണ് കേട്ടോ. നീലഗിരി മാർട്ടിൻ ആണ്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം. പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏതാണ് ഈ ഓപ്ഷൻസിൽ? നീലഗിരി മാർട്ടിൻ. നീലഗിരി മാർട്ടിൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇടുക്കിയാണ്. നമ്മൾ ബേസിക് ഫാക്ടറിയിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ഇടുക്കിയാണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2012 ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? അപ്പോൾ പശ്ചിമഘട്ടമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ ചോദ്യമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്താണ്? 2012 ആണ്. 2012. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടിക, റെഡ് ലിസ്റ്റിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എൻഡേഞ്ചേർഡ് എന്നാണ്. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എൻഡേഞ്ചേർഡ്, അപകടാവസ്ഥയിൽ ഉള്ള ഒരു എന്താണെന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം IUCN എന്താണെന്നറിയാം. IUCN പ്രസിദ്ധീകരിക്കുന്ന റെഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്നവരെ, ജീവിവർഗ്ഗങ്ങളെ, സസ്യവർഗ്ഗങ്ങളെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ലിസ്റ്റാണ് റെഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്, IUCN പുറത്തിറക്കുന്നത്. അപ്പോൾ അതിൽ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? എൻഡേഞ്ചേർഡ് എന്നാണ്. എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ്. അതായത് അപകടാവസ്ഥയിലുള്ള കാറ്റഗറിയിലാണ് ഏഷ്യൻ ആന വരുന്നത് കേട്ടോ. അടുത്തത്, ഇന്ത്യയിൽ എത്ര റാംസാർ പ്രദേശങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി 89 ആണ് കേട്ടോ. അടുത്ത ചോദ്യം, വന്യജീവി സംരക്ഷണ നിയമം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും പറ്റി പ്രതിപാദിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ചാപ്റ്റർ 6 ആണ് കേട്ടോ. ഓപ്ഷൻ എ ചാപ്റ്റർ 6 ആണ് കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഓപ്ഷൻ അപ്പോൾ എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ? എന്താണ്? വന്യജീവി സംരക്ഷണ നിയമം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും പറ്റി പ്രതിപാദിക്കുന്നത് എന്നാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്? ചാപ്റ്റർ 6ലാണ്. ചാപ്റ്റർ 6ലാണ് കേട്ടോ. ടോട്ടൽ 7 അധ്യായങ്ങൾ ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അഥവാ വന്യജീവി സംരക്ഷണ നിയമം 1972 വന്നിട്ടുള്ളത്.
അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് എന്താണ്? രാജ്യത്തുടനീളം വനത്തെയും വന്യജീവികളെ സംബന്ധിച്ച ഏകീകൃത നിയമനിർമ്മാണം എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനെ കുറിച്ചൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പം 20-നല്ലേ എക്സാം വരുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് എന്തായാലും ക്ലാസ്സുകളെല്ലാം കണക്ട് ചെയ്തങ്ങ് പോവാം. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്ത്യൻ വന നിയമം, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 ഡാഷ് ചാപ്റ്ററുകളും ഡാഷ് സെക്ഷൻസും ഉണ്ടായിരുന്നു എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 13 ചാപ്റ്ററുകളും 96 സെക്ഷൻസുമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇന്ത്യൻ വന നിയമം, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 എത്ര ചാപ്റ്ററുകളും എത്ര സെക്ഷൻസും ഉണ്ടായിരുന്നു? 13 ചാപ്റ്ററുകളും 96 സെക്ഷൻസും ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 1980 കേട്ടോ. പഠിച്ചു വെച്ചോണം. ഓപ്ഷൻ സി 1980. അപ്പം ഈ നമ്മുടെ വർഷങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന്നത് 1980. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നത് 1972 കേട്ടോ. അപ്പോൾ തിരിഞ്ഞു പോലെ. അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. ആദ്യം മുതൽ ഞാൻ പറയാം. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒന്ന് കണക്ട് ചെയ്തങ്ങ് പഠിച്ചു നോക്കണം. അടുത്ത ചോദ്യം, പ്രൊജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 2013 കേട്ടോ. ഓപ്ഷൻ സി 2013. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രൊജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം എന്നാണ്? 2013. അതുപോലെ തന്നെ പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ചതെന്നാണ്? 1992 പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ചത്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് ടൈഗർ 1973 കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത് എന്ന് കണ്ടെത്തുന്നതാണ്. കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് വന്യജീവി വ്യാപാര നിരോധനത്തെപ്പറ്റി, അതായത് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡ് വൈൽഡ് ലൈഫ് പരാമർശിക്കുന്നത് വന്യജീവി സംരക്ഷണം 1972 ചാപ്റ്റർ 6 പരാമർശിക്കുന്നു എന്നുള്ളത്. അതിന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സംരക്ഷിത വനവിജ്ഞാപനത്തെപ്പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്റർ 2 സെക്ഷൻ 3 പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നിരോധിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്ന വനസംരക്ഷണത്തിലെ സെക്ഷൻ 2 ഗ്രാമ വിജ്ഞാപനത്തെപ്പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്റർ 3 സെക്ഷൻ 28 അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റ്. 2, 3, 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ തെറ്റാണ്. അപ്പോൾ ഇതെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ആക്ടുകളൊക്കെ, അതായത് ആക്ടുകളുടെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല ഫോറസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇനി വരുന്നൊരു ക്ലാസ്സിൽ ഞാൻ ആ സെക്ഷൻസിനെ പറ്റി, പ്രധാനപ്പെട്ട സെക്ഷൻസിനെ പറ്റി ഒരു ക്ലാസ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്. പറ്റിയാൽ ഇന്ന് തന്നെ നമ്മൾ ആ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് മുമ്പിൽ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് തന്നെ തുടരുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവരസാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ എന്താണ്? 5 വർഷം തടവ്, അതുപോലെ തന്നെ 10 ലക്ഷം രൂപ വരെ പിഴ. അപ്പം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവരസാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ എന്താണ്? 5 വർഷം 10 ലക്ഷം രൂപ. അപ്പോൾ നമ്മൾ IT ആക്ടിലെ നമ്മുടെ ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മാക്സിമം അതൊന്നും എല്ലാവരും കാണാൻ ശ്രമിക്കുക. ആ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ്, ചൈൽഡ് പോണോഗ്രഫിയാണ്, സെക്ഷൻ 67B വരുന്നത്, ചൈൽഡ് പോണോഗ്രഫി. അതിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യ തവണയാണ് കുറ്റം ചെയ്തതെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് കിട്ടുന്നത്. രണ്ടാം തവണ ആവർത്തിച്ചാലാണ് 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്നത് കേട്ടോ. ചൈൽഡ് പോണോഗ്രഫിയൊക്കെ സെക്ഷൻ 67B വരുന്നത് കേട്ടോ. 67B, സെക്ഷൻ 67B. അപ്പോൾ അതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. 2 മാർക്കാണ് IT ആക്ട്. അടുത്ത ചോദ്യം,
ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയും മറയ്ക്കുകയും നശിപ്പിക്കുകയും തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന കുറ്റം ഏതാണ്? സൈബർ ടാമ്പറിംഗ് ആണ് കേട്ടോ, സൈബർ ടാമ്പറിംഗ്. അപ്പോൾ എന്താണ്? ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം എന്താണ്? സൈബർ ടാമ്പറിംഗ് ആണ്. സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് സൈബർ ടാമ്പറിംഗിൻ്റെ സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 65 സൈബർ ടാമ്പറിംഗ് വരുന്നത്. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് നമ്മൾ പഠിച്ചതാണ്. 3 വർഷം തടവ്, അതുപോലെ തന്നെ 3 വർഷം തടവ് 2 ലക്ഷം രൂപയൊക്കെ പിഴയായിട്ട് വരുന്നതാണ് സൈബർ ടാമ്പറിംഗിന് വരുന്നത്. സെക്ഷൻ 65 കേട്ടോ സൈബർ ടാമ്പറിംഗ്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അടുത്ത ചോദ്യം, കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷ ഇനമാണ്. വൃക്ഷ ഇനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ രക്തചന്ദനമാണ് കേട്ടോ, രക്തചന്ദനം. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചു, കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷ ഇനമാണ്. ഓപ്ഷൻ ഏതാണ്? രക്തചന്ദനം, രക്തചന്ദനം. അടുത്ത ചോദ്യം, വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരൻ്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണെന്ന്? ആർട്ടിക്കിൾ 51A(g) ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരൻ്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A(g) ആണ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അധിനിവേശ സസ്യം ജന്തു വിഭാഗത്തിൽ പെടാത്തത് ഏതെന്നാണ്? അധിനിവേശ സസ്യവും അഥവാ ജന്തു വിഭാഗത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, വൈൽഡ് ബോർ അഥവാ കാട്ടുപന്നിയാണ് കേട്ടോ, കാട്ടുപന്നിയാണ്. അധിനിവേശ സസ്യമോ ജന്തു വിഭാഗത്തിൽ, അധിനിവേശ ജന്തുവോ അല്ലെങ്കിൽ സസ്യമോ വിഭാഗത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം അധിനിവേശ സസ്യമോ ജന്തുക്കളാണ് കേട്ടോ. ആഫ്രിക്കൻ വിഷയായാലും ചെഞ്ചേവിൻ ആമയായാലും ധൃതരാഷ്ട്ര പച്ചയായാലും കേട്ടോ. അപ്പം ഇത് പെടാത്തത് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കാട്ടുപന്നി അഥവാ വൈൽഡ് ബോറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ദിവസം? ഓപ്ഷൻ സി ജൂലൈ 29. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ സി ജൂലൈ 29 ജൂലൈ 29. അടുത്ത ചോദ്യം, പാലങ്ങൾ, റെയിൽവേ സ്ലിപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് വൃക്ഷത്തിൻ്റെ തടിയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കമ്പകമാണ് കേട്ടോ, കമ്പകം. അപ്പോൾ പാലങ്ങൾ, നമ്മൾ ഈ ബെയിലി പാലങ്ങളൊക്കെ ഇല്ലേ, പാലങ്ങൾ അതുപോലെ തന്നെ റെയിൽവേ സ്ലീപ്പറുകൾ, അതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഏത് വൃക്ഷത്തിൻ്റെ തടിയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി കമ്പകമാണ് കേട്ടോ, കമ്പകം. അപ്പോൾ കമ്പകത്തിനൊക്കെ നല്ല കട്ടിയുള്ള തടിയായിട്ടായിരിക്കും കമ്പകം ഉപയോഗിക്കുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, കമ്പകമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണെന്നാണ്. പശ്ചിമഘട്ടം എന്താണ്? ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ് പശ്ചിമഘട്ടം. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ക്വസ്റ്റ്യൻ എന്താണ്? പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണെന്നാണ്. പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിൽ ഉള്ളതായി കണ്ടെത്തിയ ഒരു പക്ഷിയാണ്. ഏതാണ് ആ പക്ഷി? അതിന് മാക്കാച്ചി കാട എന്ന് പറഞ്ഞ പക്ഷിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ്? വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിലും ഉള്ളതായി കണ്ടെത്തിയ ഒരു പക്ഷിയാണ് മാക്കാച്ചി കാട, മാക്കാച്ചി കാട. അടുത്ത ചോദ്യം, സിറ്റസ് അപ്പൻഡിക്സ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ ഡാഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. അപ്പോൾ ഏത് വെബ്സൈറ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് പരിവേഷാണ് കേട്ടോ, പരിവേഷ് കേട്ടോ. അപ്പോൾ പഠിച്ചിട്ടുള്ള ഓപ്ഷൻ എ പരിവേഷാണ്. അപ്പോൾ എന്താണ്? സിറ്റസ് അപ്പൻഡിക്സ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ ഡാഷ് വെബ്സൈറ്റിൽ ഏത് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലാണ് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുള്ളത്? പരിവേഷ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്, പരിവേഷ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്. 89 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ ആൻസർ കീ പ്രകാരം 90ാമത്തെ ചോദ്യം, ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ് ചിന്നാർ. ചാമ്പൽ മലയണ്ണാൻ എവിടെയാണ് കാണപ്പെടുന്നത്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാറാണ്. അടുത്തത്,
പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. സർപ്പയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സർപ്പയാണ്. 92 ദേശീയ ഉദ്യാനമില്ലാത്ത സംരക്ഷിത പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ചെന്തുരണിയാണ് കേട്ടോ. ചെന്തുരണി വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ദേശീയ ഉദ്യാനമില്ലാത്ത സംരക്ഷിത പ്രദേശം ഏതാണ്? ഓപ്ഷൻ ഡി ചെന്തുരണിയാണ്. 93 IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പം IUCNൻ്റെ റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നോട്ട് ത്രെട്ടേൺഡ് എന്നാണ് കേട്ടോ. നോട്ട് ത്രെട്ടേൺഡ് എന്നാണ് ഉൾപ്പെടാത്ത വിഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 95ാമത്തെ ചോദ്യം. NTCA എന്നാൽ എന്തെന്നാണ്? NTCA എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഫുൾ ഫോം ഒന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ് കേട്ടോ. അപ്പോൾ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയാണ് NTCA എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതോറിറ്റിയുടെ ഷോർട്ട് ഫോം തന്നിട്ട് ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് പോകാം. അപ്പോൾ NTCA എന്താണ്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്, അഥവാ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയാണ്. അടുത്ത ചോദ്യം. വന്യജീവി സംരക്ഷണ നിയമം 1972 വേട്ടയെ നിർവചിക്കുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 216 ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. വന്യജീവി സംരക്ഷണ നിയമം 1972 വേട്ടയെ നിർവചിക്കുന്ന സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി 216 ആണ്. 97 നോട്ടിഫൈഡ് സാഞ്ചുറി അല്ലാത്തത് ഏതെന്നാണ്. അപ്പം നോട്ടിഫൈഡ് സാഞ്ചുറി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കുമരകം പക്ഷി സങ്കേതമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. നോട്ടിഫൈഡ് സാഞ്ചുറി ഏതൊക്കെയാണ്? അപ്പം ചൂലന്നൂർ മയിൽ സാഞ്ചുറി ഉണ്ട്, മംഗളവനമുണ്ട്, തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അപ്പോൾ നോട്ടിഫൈഡ് സാഞ്ചുറി അല്ലാത്തത് ഏതാണ്? കുമരകം പക്ഷി സങ്കേതമാണ്. അടുത്തത് റിസർവ് വനത്തിൻ്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ ഡാഷ് പ്രകാരം ചെയ്യുന്നു എന്നാണ്. റിസർവ് വനത്തിൻ്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 ഏത് സെക്ഷൻ പ്രകാരം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സെക്ഷനാണ്? സെക്ഷൻ 19 ആണ് കേട്ടോ. സെക്ഷൻ 19 ആണ്. സെക്ഷൻസിൻ്റെയൊക്കെ പ്രത്യേക ഒരു ക്ലാസ് നമ്മൾ ഇടുന്നതാണ് കേട്ടോ. പേടിക്കേണ്ട ആവശ്യമില്ല. സെക്ഷൻസ് നമുക്ക് ക്ലാസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിലെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്ന വിവരസാങ്കേതിക വിദ്യ 2000 ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹം ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വകുപ്പ് 66D ആണ്. വകുപ്പ് 66D നമ്മൾ പഠിച്ചതല്ലേ? എന്താണ്? ഐഡൻറ്റിറ്റി തെഫ്റ്റ് അല്ലേ? അതായത് എന്താണ്? ആൾമാറാട്ടം നടത്തുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. എന്താണ്? വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമപ്രകാരം 2000 ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ വകുപ്പ് 66D ആണ്. 66Dയുടെ എന്താണ്? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ആ ഒരു ആക്ടിൽ ശിക്ഷയായിട്ട് ലഭിക്കുന്നത്. അതുപോലെ 100ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 2 പാർട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് 2 സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. അപ്പം തുടർന്നും ഇനിയിപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് കൂടെ വരും ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പശ്ചിമഘട്ടത്തിൻ്റെ ക്ലാസ് നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെക്ഷൻസ്, ഇതിൻ്റെയൊക്കെ പ്രധാന ആക്ടുകൾ, ഫോറസ്റ്റ് ആക്ടുകളുടെ സെക്ഷൻസും ആക്ടുകളും ഒക്കെ എന്താണെന്ന് പറഞ്ഞ ഒരു ക്ലാസ് നമ്മൾ ഒട്ടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ 20-ാം തീയതിയാണ് പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ നമ്മൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്. നിങ്ങൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.